ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ഏറ്റവും പുതിയൊരു സീരീസ് റിവ്യൂലേക്ക്. നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു മലയാളം സീരീസ് ആണ്. കഴിഞ്ഞ ദിവസം MTയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് C5 കുറച്ച് ആത്തോളി സീരീസ് റിലീസ് ചെയ്തിരുന്നു. മനോരഥങ്ങൾ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൽ 9 സ്റ്റോറികൾ ഉണ്ടായിരുന്നു. 9 ഡയറക്ടേഴ്സ്, 9 ആക്ടിങ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്റ്റോറിയുമായിട്ട് പ്രധാനമായും മുന്നോട്ട് പോകുന്നത്. ഇതിനു മുമ്പ് കേരള കഫേ എന്ന് പറഞ്ഞ ചിത്രമായിരുന്നു ഒരുപാട് താരങ്ങളായി വന്നിട്ടുള്ള ഒരു സ്റ്റോറി. അതിൽ 10 സ്റ്റോറി ആണെങ്കിൽ 9 സ്റ്റോറി പറഞ്ഞു പോകുന്നുള്ളൂ. നമ്മുടെ മലയാളത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി, മോഹൻലാൽ, ആസിഫ് അലി, ഫഹദ് ഫാസിൽ, സുരഭി തുടങ്ങിയ ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്താ പറയുക, നമുക്കറിയപ്പെടുന്ന ഒരുപാട് ഡയറക്ടേഴ്സും നമ്മുടെ ഫേവറേറ്റ് ആൾക്കാരൊക്കെ ഉള്ളത് തന്നെയാണ്. അത് ഏറ്റവും ബേസ്ഡ് എന്ന് വെച്ചാൽ MTയുടെ സ്റ്റോറിയാണ് 9 സ്റ്റോറിയും യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചെറുകഥയിൽ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി, അതായത് ഒരു പക്ഷേ അത് സിനിമയ്ക്ക് പറ്റിയതായിരിക്കില്ല, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരുപാട് പറയാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ ഏകദേശം കുറച്ച് ഡ്യൂറേഷനിലാണ് ഓരോ സ്റ്റോറീസും ചെയ്തിട്ടുള്ളത്. അത് ഏറ്റവും തന്നെ മനസ്സിലാക്കുക. അതിൽ ഞാൻ ഏറ്റവും അധികം കണ്ട ഒന്നാമത്തെ സീരീസ് ആയിരുന്നു ഓളവും തീരവും എന്നാണ് ആ സീരീസിൻ്റെ പേര്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീരീസ് ആണ്. ഈ സീരീസിൽ പ്രധാനമായിട്ടും മോഹൻലാൽ, ദുർഗാകൃഷ്ണ, മാമുക്കോയ, സുരഭി, ആരിഷ് ഷാരടി തുടങ്ങിയവർക്ക് പ്രധാനമായും കാസ്റ്റിംഗ് വന്നിട്ടുള്ളത്. പ്രിയദർശനാണ് ഇതിൻ്റെ ഡയറക്ഷൻ. MTയുടെ സ്റ്റോറിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോറി ആയതുകൊണ്ട് 1957 മലബാറുമായി ബന്ധപ്പെട്ട സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രണയത്തിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയാൻ വേണ്ടി. ഒരു പ്രണയകഥയാണ്. ബാപ്പുട്ടിയുടെയും നബീസിൻ്റെയും പ്രണയകഥയാണ് ഓളം തീരത്തിൽ ഇമ്പോർട്ടൻ്റ് ആയി കൊടുത്തിട്ടുള്ളത്. ബാപ്പുട്ടിയും മോഹൻലാലും നബീസായിട്ട് ദുർഗാകൃഷ്ണയുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരും കോമ്പിനേഷൻസ് ഒക്കെ വളരെ നല്ല രീതിയിൽ വ്യക്തമായിട്ട് എന്താ പറയുക യോജിച്ച് പോയി കാണുന്ന പ്രശ്നത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കല്ലുകടിയായിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒറ്റ കാര്യം മലപ്പുറം സ്ലാങ്ങാണ് സംസാരിക്കേണ്ടത്. മലബാർ സ്ലാങ് അത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ അത് യോജിക്കുമോ? കാരണം അദ്ദേഹം ചെയ്തപ്പോഴൊക്കെ വൻ പരാജയമായിട്ടാണ് മാറിയിട്ടുള്ളൂ. പക്ഷെ ഇതിലോട്ട് എത്തുമ്പോൾ എന്താ പറയുക, അതിനെല്ലാം മറികടന്നുകൊണ്ട് ആ 53 മിനിറ്റ് ഡ്യൂറേഷൻ ഉള്ളൂ. അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അന്യാസമായ പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഭാഷ, ബോഡി ലാംഗ്വേജ്, പ്രണയം, പറയുക ഇമോഷൻ സീൻസും എല്ലാം തന്നെ ഗംഭീരമായി തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തെല്ലാം വീണ്ടും മുന്നിൽ പറഞ്ഞു പോകുന്നത് നമ്മളായി കാണാൻ സാധിക്കും. അത് തന്നെ ഏറ്റവും വലിയ സ്റ്റോറി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു 1957 സ്റ്റോറിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. അത് സ്റ്റോറി മോഹൻലാൽ എന്ന് പറയുന്ന ബാപ്പുട്ടി എന്ന കഥാപാത്രം ഒരു വെള്ളത്തിലൂടെ മരം കടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇതിൽ അദ്ദേഹത്തിൻ്റെ ജോലിയായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൻ്റെ സുഹൃത്ത് മനപ്പെടുന്നു. വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് അവൻ്റെ വീട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടി കാര്യം പറഞ്ഞു പോകുന്നു. അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കാണുന്നു. പിന്നീട് ഒരു പ്രണയത്തിലാവുന്നു. അപ്പോൾ പിന്നീട് അവന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് കഥ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് വെള്ളം വരുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇറങ്ങുന്നു, അവളെ കാണുന്നു, സമ്മാനം കൊടുത്ത് പോകുന്നു. അങ്ങനെ ഇരിക്കെ അവർ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അതൊരു സ്റ്റോറി വെച്ച് ഈ മടിയത്തുള്ള അതീവ വെള്ളത്തിൻ്റെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറിയായിട്ട് മെയിനായിട്ടുള്ള പോയിട്ടായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിലൂടെ തന്നെയാണ്. അപ്പോൾ അതുവരെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുത്ത ബാപ്പുട്ടി ഒരു ദിവസം തീരുമാനിക്കുന്നു ഇത് തനിക്ക് വേണ്ടി അവൻ തീരുമാനിച്ചിറങ്ങുന്നു. അങ്ങനെ ആ വള്ളക്കടവ് വെള്ളത്തോടൊപ്പം അവൻ്റെ പ്രണയം അവിടെ കരയ്ക്കടിയുന്നതാണ് എൻ്റെ സ്റ്റോറിയായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇമോഷൻസ് ആണെങ്കിലും അവസാന ഭാഗത്ത് എന്താ പറയുക മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ വിസ്മയമായിട്ടുള്ള പ്രണയം കാണാൻ സാധിക്കും. കാരണം ഒരു വഞ്ചിയും കുറച്ച് കുപ്പിവളകളും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ്റെ അവസാന ഭാഗത്ത് എന്താണ് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് ഗംഭീരമായി തന്നെ ഇതിന് ക്ലൈമാക്സ് ചെയ്തിട്ടുണ്ട്. അതിന് മികച്ചൊരു ഗൈഡ് തന്നെ കൊടുക്കാം. അതുപോലെ പ്രിയദർശനും മികച്ച ഒരു ഡയറക്ഷനും മേക്കിംഗ് രീതിയൊക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി വള്ളത്തിലൊരു കുത്തൊഴുക്കിൽ ഇതിൽ എന്താ പറയുക വഞ്ചി മറിയുന്ന സീനൊക്കെ കാണിക്കുന്നുണ്ട്. ലാലാട്ടം വെള്ളത്തിലൂടെ നീന്തുന്ന ഭാഗമൊക്കെ ആയിട്ട് ഒരു നരങ്ങളൊക്കെ എങ്ങനെയാണ് ജോലി ചെയ്തിട്ടുള്ളത് തടിപ്പെടുത്തുകാരനൊക്കെ ആയിട്ടാണ് അതേപോലത്തെ ബേസ്ഡ് സ്റ്റോറിയാണ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് വക്കീലുകൾ തന്നെയായിരുന്നു. ലാലാട്ടം മാത്രമല്ല ദുർഗാകൃഷ്ണയും ഗംഭീരമായി തന്നെ പ്രകടനം തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. മാമക്കോയ എനിക്കൊന്നും അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അഭിനയിച്ചിട്ടുള്ള ചിത്രം തന്നെയാണ്. കാരണം ആ ഇതിലൊക്കെ കുറച്ചും കൂടി ആവശ്യകത ഡബ്ബിങ്ങിൻ്റെ ഒക്കെ കുറച്ച് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ മാമക്കോയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തു. സുരഭി കൊള്ളാമായിരുന്നു. കാരണം സുരഭി ഓൾറെഡി നമുക്കെല്ലാം അറിയാലോ ഈ കോഴിക്കോട് സ്ലാങ് അവർ പിടിക്കുക അതേ ഭാഷയിൽ തന്നെ ഇതിലും പിടിച്ചിട്ടുള്ളത്. ദുർഗകൃഷ്ണ അത്യാവശ്യം ഒരു തനിക്ക് കൊടുന്ന റോൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ലുക്കിൻ്റെ കാര്യത്തിലും ഗംഭീരമായി തന്നെയായിട്ടാണ് കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എല്ലാവരും ഓക്കെ പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും വലിയ നെഗറ്റീവ് എനിക്ക് തോന്നിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഡ്യൂറേഷൻ അല്ല, ചെറിയ രീതിയിലൊക്കെ ഇടയ്ക്കൊക്കെ ഭാഷ ഭയങ്കര ഒരു പ്രശ്നമായി മാറുന്നുണ്ടെങ്കിൽ പോലും അത് മറികടക്കാനും കഴിയുന്നുണ്ട് തിരക്കഥയ്ക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു അഭാവം എനിക്ക് തോന്നിയ ഒരു കുപ്പിവള ഇട്ട് കൊടുക്കുന്ന സീനുണ്ട്, ഒരു ചുവന്ന വള. അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അതിൻ്റെതായ അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ആനിമേഷൻ നമുക്ക് ഫിൽറ്റർ ചെയ്ത് കയറ്റിയ പോലെ തന്നെ ഇടയ്ക്ക് റെഡ് വരുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ പോലെ തോന്നി. ചെറിയൊരു 3 മിനിറ്റ് സീൻസ് ഉള്ളൂ. അത് മറികടന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് മനോദരങ്ങളിലെ നമ്മുടെ ഓളവും തീരവും ചെയ്തു വെച്ചിട്ടുള്ളത്. അതൊരു ഓക്കെ ലെവൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന തരത്തിലാണ് പ്രകടനം. ഞാൻ പറഞ്ഞല്ലോ ഡയറക്ഷനും അതുപോലെ തന്നെ പ്രകടനം ഗംഭീരമായി തന്നെ ചെയ്തു.
മറ്റൊരു നെഗറ്റീവായി ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 53 മിനിറ്റുള്ള സ്റ്റോറി ഒന്നുമില്ല. കാരണം ഒരു ഫിലിമിനുള്ള ഒരു ചെറുകഥയാണ്, അത് വെറുതെ വലിച്ച് നീട്ടിട്ടായിരിക്കാം ഒന്നാമത്തെ എപ്പിസോഡ് ചെയ്തിട്ടുള്ളതാണ് എൻ്റെ ഒരു തോന്നലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. കുറച്ചുകൂടി ഡ്യൂറേഷൻ കുറയ്ക്കാച്ചെങ്കിൽ കുറച്ചും കൂടി ആപ്റ്റായി മാറിയേനെ, എല്ലാവർക്കും ഒന്നുകൂടി ഇഷ്ടപ്പെട്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ മാത്രം അഭിപ്രായം, പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ആയിരിക്കാം. ഓക്കെ, എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം മനോരഥങ്ങളിലെ നമ്മുടെ ഓളവും തീരങ്ങളും കണ്ടപ്പോൾ അഭിപ്രായം ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് പരിഗണിക്കുക. അതായിരിക്കും ബൈ ബൈ ഫ്രണ്ട്സ്.